റിമാൻഡ് റിപ്പോർട്ടൊക്കെ അവരെഴുതട്ടെ, അവർക്ക് ഇഷ്ടമുള്ള രീതിയിലല്ലേ എഴുതുള്ളൂ. അപ്പോൾ അവർ സംഭവിച്ച കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ അവർക്ക് കിട്ടിയ വിവരങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അവർ കൊലപാതക കുറ്റത്തിനുള്ള വകുപ്പ് ചേർക്കണം. ആ വകുപ്പ് ചേർത്ത് തന്നെ അവർ മുമ്പോട്ട് പോകണം. CBI അന്വേഷിക്കട്ടെ, അല്ലെങ്കിൽ ജുഡീഷ്യൽ അന്വേഷിക്കട്ടെ, അത് വേറെ കാര്യം. അവർ നോക്കട്ടെ. അവർ ഈ പ്രേരണാക്കുറ്റം എന്ന് പറഞ്ഞാൽ എന്താ പ്രേരണാക്കുറ്റം? 3 ദിവസം ആഹാരം പോലും കൊടുക്കാതെ മർദ്ദിച്ച് അവശനാക്കിയിട്ട് എഴുന്നേറ്റ് പോലും നിൽക്കാൻ പറ്റില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്, വയറ്റിനകത്ത് ഒരു തുള്ളി വെള്ളമില്ല. ആ ദേഹം മൊത്തം അടിച്ച് ചതച്ച് അവന് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത രീതിയാണ്. ആ റിപ്പോർട്ട് ഇവിടെയുള്ള നമുക്കറിയാമെന്നുള്ള കുറച്ച് വിദഗ്ധമായ ഡോക്ടർ അവരെ കൊണ്ട് നമ്മൾ കാണിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഒരാൾക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അവർക്ക് അതിശയം. ഇത്രയും റിപ്പോർട്ടും ഇത്രയും മർദ്ദനവും ഇത്രയും വയറ്റിനകത്ത് ഒരു തുള്ളി ആഹാരമില്ലാത്ത ഒരു മനുഷ്യന് ഒരു 3 ദിവസമായി ക്രൂരമായ മർദ്ദനത്തിൽ ഇരയായ ഒരു മനുഷ്യൻ, 20 വയസ്സെന്നുള്ള നല്ല ആരോഗ്യമുള്ളൊരു മനുഷ്യനാണ്. അവൻ ഒരിക്കലും സ്വയം ഇത് ചെയ്യാൻ പറ്റില്ല, ഉറപ്പാണ്. അപ്പോൾ ആ ഒരു ഉറപ്പിൽ ഈ ആത്മഹത്യ പ്രേരണാക്കുറ്റം എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു വകുപ്പുണ്ടാക്കിയിട്ട് അത് തള്ളിക്കളയാൻ പറ്റില്ല. ആ തള്ളിക്കളയുന്നുണ്ടെങ്കിൽ ഇത് പുറത്തുള്ള ആൾക്കാരാണ് നല്ലവണ്ണം ആരൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു പ്രതിപക്ഷ നേതാവ് ഇത് മുൻകൂട്ടി കണ്ടു കാണും, അല്ലെങ്കിൽ പുള്ളി റിമാൻഡ് റിപ്പോർട്ട് കണ്ടു കാണും. അതുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം ഇത് ആവശ്യപ്പെട്ടത്. ഈ സിദ്ധാർത്ഥനെ തിരിച്ചു വിളിച്ചപ്പോൾ സുഹൃത്തുക്കൾ പറയുന്നത് ഹോസ്റ്റലിൽ വെച്ച് ഒത്തുതീർപ്പാക്കാം, സംസാരിച്ചെന്നുള്ളതായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് ഒരു അലിഖിത നിയമം ഹോസ്റ്റലിൽ നിൽക്കുന്നു. അപ്പോൾ അത്തരത്തിലൊരു കാര്യങ്ങൾ ഇതുപോലുള്ള ക്യാമ്പസുകളിൽ അല്ലെങ്കിൽ ഹോസ്റ്റലുകളിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇല്ല, അതെ, ആ ഹോസ്റ്റലിലുണ്ട്. ബാക്കി ക്യാമ്പസുകൾ ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ അത് എനിക്കറിയില്ല, എല്ലാവരും പറയുന്നുണ്ടെന്ന്, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഈ ഹോസ്റ്റലിലുണ്ട്. അത് അവിടുത്തെ കുട്ടികൾ തന്നെ പറഞ്ഞതാണ്. അവർ തീർപ്പ് കൽപ്പിക്കും. എന്തെങ്കിലും കേസുണ്ടെങ്കിൽ അവരെ വിളിക്കും. അവിടെ വിളിച്ചിട്ട് അവിടെ നിന്ന് തീരുമാനിക്കും. അവിടുത്തെ ജഡ്ജിയും കാര്യങ്ങളെല്ലാം അവിടെയുള്ള SFIക്കാർ തന്നെയാണ്, അവിടെ യൂണിയൻകാർ തന്നെയാണ്. യൂണിയൻകാരെന്ന് പറഞ്ഞാൽ യൂണിയൻകാർ SFI. അവർ തന്നെയാണ് ശിക്ഷ വിധിക്കുന്നത്, വിചാരണ ചെയ്യുന്നത്. എന്നിട്ട് എന്തോ അവരുടെ കഷ്ടകാലത്തിനായിരിക്കും ഇങ്ങനെ സംഭവിച്ചു പോയത്. ഇപ്പം നമ്മുടെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതകാലം മറക്കാൻ പറ്റാത്ത കാര്യം ആയിപ്പോയി. അവിടെ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം അവരെ വിധിക്കും, ശിക്ഷ ഭയങ്കര ശിക്ഷയാണ് അവർ വിധിക്കുന്നത്. അവരെ ഒരു ജയിൽ മുറിയാണ്, അവർക്ക് ഇടിമുറി കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. അത് ഞാൻ വെറുതെ പറയുന്നതല്ല, വ്യക്തമായി കിട്ടിയതാണ്. അവർക്ക് പറ്റിപ്പോയി, എന്തോ അവരുടെ സമയം ശരിയല്ല എന്ന് പറയാം. എൻ്റെ സമയം ശരിയല്ല എന്നല്ല, അത് എൻ്റെ സമയം ശരിയല്ല എന്ന് ഞാൻ ഇപ്പം പറയുന്നില്ല. അവരുടെ സമയം ശരിയല്ലാതെ പോയി, അതുകൊണ്ടാണ് ഇത് പറ്റിപ്പോയത്. ഇത്രയും കഴിഞ്ഞിട്ടും, ഇത്ര ദിവസം കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രി ഇതിനകത്തൊരു ഔദ്യോഗിക പ്രതികരണം നടത്തുന്നില്ല, അല്ലെങ്കിൽ ഒരു വാർത്താ സമ്മേളനം പോലും വിളിക്കാൻ തയ്യാറാവുന്നില്ല. എന്താണ് കുടുംബത്തിൽ പറയുന്നത്? അത് സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ വാർത്താ സമ്മേളനം വിളിക്കാത്തതോ പറയാത്തതോ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയില്ല. പുള്ളി ലാസ്റ്റ് 2 ദിവസം മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞു, ഞാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട് എന്ന് പത്രത്തിൽ കണ്ടു. അത് തന്നെയാണ്. അതിനുശേഷം പുള്ളി മന്ത്രി ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ അതിനെക്കുറിച്ച് എനിക്കറിയില്ല. എന്നോട് ആരും ചോദിച്ചിട്ടുമില്ല, അവിടെ നിന്ന് ആരും കോൺടാക്ട് ചെയ്തിട്ടില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥനും പുറമേ നിന്ന് എന്നോടൊന്നും ചോദിച്ചിട്ടില്ല. പ്രത്യേക അന്വേഷണ സംഘമാണെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ഒരു മൊഴിയെടുക്കുകയോ എന്തൊക്കെ ചെയ്യുമായിരിക്കും. അങ്ങനെ ആയിരിക്കണം നിയമം, അതറിയില്ല. എന്നോടാരും അവിടെ നിന്ന് ഒന്നും ചോദിച്ചിട്ടില്ല. അവരങ്ങനെ പ്രത്യേകിച്ച് അവിടെ ഒരു അസ്വാഭാവികമായിട്ടൊന്നും തോന്നിയില്ല. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നിയത് എന്തോ അതിലും ഉണ്ടെന്ന്. എന്നോട് ചോദിച്ചു, മോൻ നല്ല ആക്റ്റീവാണോ എന്ന് ചോദിച്ചു. ആക്റ്റീവായിരുന്നോ എന്ന് ചോദിച്ചു. ആക്റ്റീവായിരുന്നു, നല്ലവണ്ണം പഠിക്കും. അപ്പോഴേ പുള്ളി പറഞ്ഞു, എൻ്റെ മകന് നല്ലവണ്ണം പഠിക്കും, നല്ല ആക്റ്റീവായിരുന്നു, ഈ കേസ് വിട്ടുകളയല്ലേ എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞിട്ട് പോയത്. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് കുറച്ച് കുട്ടികളൊക്കെ അതിനു മുമ്പ് ഇവിടെ വന്ന് മരണത്തിന് വന്ന കുറച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പോയി, കേസ് വിട്ടുകളയല്ലേ, പഴയതുപോലെയുള്ള കേസുമായിട്ടൊന്നും വിട്ടുകളയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അവർ എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സംശയം എന്നല്ല, ഒരാവശ്യം, ഇവിടുന്ന് ഒരു 5-6 വർഷം മുമ്പ് മുതൽ ഇങ്ങോട്ട് ആ ഹോസ്റ്റലിൽ ഒരുപാട് 1-2 ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്, അപകട മരണവും നടന്നിട്ടുണ്ട്. അങ്ങനെ എത്രമാത്രം കുറേ കുട്ടികൾ അവിടെ നിന്ന് പാസ്ഔട്ടല്ല, അവിടെ നിന്ന് TC വാങ്ങി പോയിട്ടുണ്ട്, കോഴ്സ് തീരുന്നതിന് മുമ്പേ. ഈ ഒരു 5-6 വർഷത്തിന് മുമ്പ് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള എന്തെങ്കിലും ആത്മഹത്യയോ മരണങ്ങളോ നടന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ എങ്ങനെ പറ്റി, ഏത് പറ്റി, എന്തിനാണ് അവിടുത്തെ കുട്ടികൾ അവിടുത്തെ പഠനം മതിയാക്കിയിട്ട് ഇടയ്ക്ക് വെച്ച് പോയത്, അതൊക്കെ നല്ലവണ്ണം അന്വേഷിച്ച് കഴിഞ്ഞാൽ നന്നായിരുന്നു എനിക്കിപ്പോൾ തോന്നുന്നു, കിട്ടിയ ഒരു വിവരം വെച്ചിട്ട്.